ഖുർആൻ ആസ്വാദനം 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ 7-ാമത്തെ ആയത്ത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നിന്റെ കോപത്തിന് വിധേയമായവരുടെയും പിഴച്ചവരുടെയും മാർഗത്തിലല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ ഒരുപാട് അക്ഷരങ്ങളുടെ മഖ്റജ് സിറാത്തല്ലദീന എന്ന് പറയുമ്പോൾ നാവ് നമ്മുടെ മുകളിലെ പല്ലിന്റെ പുറത്തായിട്ട് ഏകദേശം. അതുപോലെ ഗൈനിന്റെ മഖ്റജ് ആ മഖ്റജും ശ്രദ്ധിക്കണം. മഗ്ദൂബി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മഗ്ദൂബി എന്ന് മുഴക്കാറുണ്ട്, അത് പാടില്ല. അതുപോലെ ളാദിന്റെ മഖ്റജ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നാവിന്റെ സൈഡാണ് തട്ടുന്നത്. മഗ്ദൂബി അലൈഹിം ആറ് ഹർക്കത്തിന്റെ അളവിൽ അത് നീട്ടേണ്ടതുണ്ട്. നീട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ലാമിന് ഒരു ഒരു കട്ടി കൂടേണ്ട. അത് പലരും ഓതാറില്ല. വലദ്ദാലീൻ എന്നാണ് ഓതാറ്. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന ഉണ്ടല്ലോ, ആമീൻ എന്ന് പറയുമ്പോൾ പലരും കുറേ നീട്ടും. അവിടെ നീട്ടാനില്ല, മീ എന്നാണ് നീട്ടാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ആസ്വാദനം. നേർമാർഗത്തിലൂടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്താണ് നേർമാർഗം എന്ന് കൃത്യമായി വിശദീകരിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ഫാത്തിഹ അവസാനിക്കുന്നത്. ആരുടേതാണ് നേർമാർഗം എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ആരുടേതല്ല എന്നുകൂടി വിശദമാക്കുന്നുവെന്നതാണ് ഈ വചനത്തിന്റെ സവിശേഷത. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും പൈശാചിക കുതന്ത്രത്താൽ അയാൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാൻ സാധ്യതയുള്ളതിനാൽ രണ്ട് തലങ്ങളിലുമുള്ള ഈ വിശദീകരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് അത് എന്താണ് എന്ന അറിവ് പോലെ തന്നെ പ്രധാനമാണ് അത് എന്തല്ല എന്ന അറിവും. എന്താണ് എന്ന അറിവ് തനിക്ക് ആവശ്യമുള്ള വസ്തുവിനെ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുമ്പോൾ, എന്തല്ല എന്ന അറിവ് അതിൻ്റെ വ്യാജമായ തനിപ്പകർപ്പുകൾ തിരഞ്ഞെടുക്കാതിരിക്കാൻ പ്രയോജനപ്പെടുന്നു. നേർമാർഗത്തെ വിശദീകരിക്കുമ്പോൾ നേർമാർഗത്തിലൂടെ നടന്നു പോയവരെയും നേർമാർഗമെന്ന ധാരണയുണ്ടാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തുകൊണ്ട് മാർഗഭ്രംശം സംഭവിച്ചവരെയും ചൂണ്ടിക്കാണിച്ച് അവയിൽ ഒന്നാമത്തവരുടെ പാതയിലൂടെയാണ് തനിക്ക് പോവേണ്ടതെന്നും രണ്ടാമത്തവരുടെ പാതയിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നും അപേക്ഷിക്കുകയാണ് ഇവിടെ വിശ്വാസി. അതുവഴി തനിക്ക് പോവേണ്ട പാത ഏതാണെന്ന് സംശയങ്ങളൊന്നും അവശേഷിപ്പിക്കാത്ത വിധം വ്യക്തമാക്കുകയാണ് അയാൾ ചെയ്യുന്നത്. തന്നെ നയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ഏത് മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗത്തിലൂടെയാവണമെന്ന് പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ആ മാർഗത്തിലൂടെ ജീവിതം നയിക്കാനായിരിക്കും. ഇഹലോകത്തെ കേവലാനുഗ്രഹങ്ങൾ ലഭിച്ചവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇഹലോക അനുഗ്രഹങ്ങളായി വ്യവഹരിക്കപ്പെടുന്ന സമ്പത്തും സന്താനങ്ങളുമെല്ലാം ഇഹലോകത്തിൻ്റെ അലങ്കാരങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും മാത്രമാണെന്നും അള്ളാഹുവിൻ്റെ സാമീപ്യമെന്ന യഥാർത്ഥ അനുഗ്രഹത്തിന് അവയൊന്നും നിമിത്തമാവണമെന്നില്ലെന്നും മരണാനന്തര ജീവിതത്തിലെ വിജയമാണ് യഥാർത്ഥ വിജയമെന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നവനാണ് വിശ്വാസി. ഭൗതികമായ അനുഗ്രഹങ്ങൾ പോലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നിമിത്തമാകുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവെന്നറിയുന്നവനാണവൻ. ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായവർ എന്ന ചോദ്യത്തിന് സൂറത്തുൻ നിസായിലെ 69-ാം വചനം വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവരാരോ
അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരോടൊപ്പമായിരിക്കും. അവരത്രേ നല്ല കൂട്ടുകാർ. പ്രവാചകന്മാരും സത്യസന്ധരും രക്തസാക്ഷികളും സച്ചരിതരുമെല്ലാം കടന്നുപോയ വഴിയാണ് അനുഗ്രഹിക്കപ്പെട്ടവരുടെ വഴി. സമ്പത്തോ സന്താനങ്ങളോ അധികാരമോ ഒന്നുമല്ല അവരെയൊന്നും അനുഗ്രഹീതരാക്കിയത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചത് വഴിയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് സൂറത്തു നിസായിലെ ഈ വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകനെ ബലി കൊടുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ എന്തിന് എന്ന് ചോദിക്കാത്ത ഇബ്രാഹിം നബിയുടെ അനുസരണം, തന്നെ അറുക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് കേട്ടപ്പോൾ ദൈവകൽപ്പന നിറവേറ്റുക, ഞാൻ ക്ഷമിക്കാം എന്ന് മൊഴിയുന്ന ഇസ്മായിൽ നബിയുടെ സമർപ്പണം, വധഭീഷണിയുടെയും പീഡനങ്ങളുടെയും നടുവിലും ആദർശ പ്രബോധനം നടത്താനുള്ള ദൈവീയ കൽപ്പനയെ ചോദ്യം ചെയ്യാതെ പിന്തുടർന്ന സക്കരിയയുടെയും യഹിയയുടെയും വിധേയത്വം, തൻ്റെ യുക്തിക്ക് ശരിയല്ലെന്ന് തോന്നുന്നതാണ് ചെയ്യുന്നതെങ്കിലും അള്ളാഹു കൽപ്പിച്ചു എന്ന കാരണത്താൽ മാത്രം ഖിദ്ർ അലൈഹിസ്സലാം എന്ന ജ്ഞാനിയെ പിന്തുടരുന്ന മൂസാ നബിയുടെ കീഴ്വണക്കം, സത്യസന്ധരും രക്തസാക്ഷികളും സച്ചരിതരുമായവരെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ ഒരു സമർപ്പണം കൊണ്ടാണ്. ദൈവിക കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്ന സമർപ്പണം, സമർപ്പണത്തിൻ്റെ ഈ പാത തന്നെയാണ് എക്കാലത്തുമുള്ളവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ വേണ്ടിയുള്ള മാർഗം. സമർപ്പണത്തിൻ്റെ രാജപാതയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗമെന്നും അതിലൂടെ ജീവിക്കുവാനും അതിൽ നിന്ന് പിഴയ്ക്കാതിരിക്കുവാനുമാണ് വിശ്വാസികൾ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മതമെന്ന ധാരണയിൽ പിഴവ് സംഭവിക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും അവയിൽ അകപ്പെടാതിരിക്കാൻ നിതാന്തമായ ശ്രദ്ധയും തേട്ടവും വേണമെന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഫാത്തിഹയിലെ അവസാനത്തെ വചനം. അകലം പാലിക്കേണ്ട ഒന്നാമത്തെ വഴി അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവരുടെ മാർഗമാണ്. മനുഷ്യരുടെ രക്ഷയ്ക്കും മോക്ഷത്തിനും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച മതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം പലതും കടത്തിക്കൂട്ടുകയും ദൈവിക വചനങ്ങളെയും പ്രവാചക വചനങ്ങളെയും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് മതത്തിൽ അതിര് കവിയുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവരുടെ സ്വഭാവമെന്ന് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാവും. അള്ളാഹുവിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, തങ്ങൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളും നിയമങ്ങളും ദൈവികമാണെന്ന ധാരണയുണ്ടാക്കുക, വേദഗ്രന്ഥത്തെ വളച്ചൊടിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, പ്രവാചകന്മാരോടുള്ള ധിക്കാരവും പാപപങ്കിലമായ ജീവിതവും സ്ഥിരമാക്കുക, തിന്മകൾ പരസ്പരം തടയാതിരിക്കുക, പ്രവാചകനെയും ദൈവിക ഗ്രന്ഥത്തെയും കേവലമായ ജാതി താൽപ്പര്യത്തിൻ്റെ പേരിൽ മാത്രം നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിക്കാമെന്ന കരാർ ലംഘിക്കുക, വേദവാക്യങ്ങളെ തെറ്റിച്ചുപയോഗിക്കുക, ഉത്ബോധനങ്ങൾ വിസ്മരിച്ചുകൊണ്ട് സ്വന്തം താൽപ്പര്യപ്രകാരം ജീവിക്കുക, കാപഢ്യം മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾ വിശ്വാസികളാണ് എന്ന ധാരണയുണ്ടാക്കി വിശ്വാസികളെ വഞ്ചിക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ് അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമായവരുടെ പ്രവർത്തനങ്ങളായി ഖുർആൻ വരച്ചു കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാവുന്നതെന്ന് ഈ വചനങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് ഒരു സമൂഹമെന്ന നിലയിൽ ജൂതന്മാരായിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവരെന്ന് പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അഹ്മദ്, തിർമിദി, ഇബ്നു ജരീർ, അബു ഹാത്തിം, ഇബ്നു ഹബ്ബാൻ തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസിലുള്ളത് ദൈവകോപത്തിന് പാത്രമാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ മതം കൊണ്ട് കളിക്കുന്ന സ്വഭാവങ്ങളെല്ലാം ജൂതന്മാരിൽ സമ്മേളിച്ചത് കൊണ്ടായിരിക്കണം. അതേ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ദൈവകോപത്തിന് പാത്രമാകുമെന്നതിനാലാണ് ആ വഴിയിലേക്ക് തെറ്റാതെ നേർമാർഗത്തിലൂടെ തന്നെ നയിക്കണമേ എന്ന് വിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായി, വിശ്വാസികൾ അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് വഴിപിഴച്ചവരുടെ മാർഗത്തിൽ നിന്നാണ്. ശരിയാണെന്ന് കരുതിക്കൊണ്ട് ശരിയല്ലാത്തത് ചെയ്യുന്നതിനാണ് വഴിപിഴയ്ക്കുക എന്ന് പറയുക. ദൈവിക മതമാണെന്ന് കരുതിക്കൊണ്ട് തങ്ങൾ പോകുന്ന മാർഗത്തിൽ
ആത്മാർത്ഥതയോടെ അഭിരമിക്കുന്നവരാണിവർ. അവർക്ക് ദൈവിക മാർഗത്തിലൂടെ ചരിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ദൈവികമായ പാതയിലെത്തണമെങ്കിൽ അവനിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പുള്ള പ്രമാണങ്ങളെ പിൻപറ്റുകയാണ് വേണ്ടത്. അതിനു പകരം ദൈവിക മാർഗമായി തങ്ങൾക്ക് തോന്നുന്നത് പിൻപറ്റുന്നവരായതുകൊണ്ടാണ് ഇവർക്ക് വഴിപിഴച്ചു പോയത്. ദൈവിക പാതയിലെത്തണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിലും ആരൊക്കെയോ ഉണ്ടാക്കിയ മാർഗങ്ങളിൽ തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പിൻപറ്റുകയാണ് ഇത്തരക്കാർ ചെയ്യുക. വഴിപിഴച്ചവർ കൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് ക്രൈസ്തവരാണെന്ന് നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെയുണ്ട്. വേദക്കാരെ, സത്യത്തിനെതിരിൽ മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. മുമ്പേ പിഴച്ചു പോവുകയും നിരവധി പേരെ പിഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ഒരു വിഭാഗത്തിൻ്റെ അഭീഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് എന്ന ഖുർആൻ വചനം പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത് ക്രൈസ്തവരെയാണ്. യേശുവിൻ്റെ ഉപദേശങ്ങളനുസരിച്ച് ജീവിച്ചിരുന്ന ക്രിസ്തു ശിഷ്യന്മാരെ അവഗണിച്ച് പിൽക്കാലക്കാരനായ പൗലോസിൻ്റെ പാത പിന്തുടരാൻ തുടങ്ങുന്നത് മുതൽ ആരംഭിക്കുന്നു ക്രൈസ്തവരുടെ മാർഗഭ്രംശം. ഇസ്രായേലിയരെ ദൈവിക പാതയിലൂടെ നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്വന്തം രക്തത്തിലൂടെ മനുഷ്യപാപങ്ങളെല്ലാം പരിഹരിച്ചവനാക്കിയപ്പോൾ ദൈവപുത്രനായി അവർക്ക് സങ്കല്പിക്കേണ്ടി വന്നു. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ഏകദൈവാരാധനയുമായി ദൈവപുത്രൻ എന്ന സങ്കല്പം പൊരുത്തപ്പെടാതായപ്പോൾ ത്രിത്വ സിദ്ധാന്തമുണ്ടാക്കുവാൻ അവർ നിർബന്ധിതരായി. ദൈവം പഠിപ്പിക്കാത്ത പൗരോഹിത്യം സഭയുടെ ആണിക്കല്ലായപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടി ദൈവമായി സങ്കല്പിക്കേണ്ടി വന്നു. ബ്രഹ്മചര്യവും ജീവിത നിഷേധവും മതമാർഗമായി തെറ്റിദ്ധരിച്ചപ്പോൾ മതം പ്രകൃതി വിരുദ്ധമായി തീരുന്ന അവസ്ഥയുണ്ടായി. ഈ മാർഗഭ്രംശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ക്രൈസ്തവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ മതത്തിൽ അതിരു കവിയരുത് എന്നാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തം അഭീഷ്ടപ്രകാരം മതനിയമങ്ങൾ ഉണ്ടാക്കിയാൽ അവ എത്ര തന്നെ നല്ലതായി തോന്നിയാലും അവയെല്ലാം ആത്യന്തികമായി അനുഗ്രഹിക്കപ്പെട്ടവയുടെ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമായിരിക്കുമെന്ന സത്യം വ്യക്തമാക്കുന്നതാണ് ഈ ഖുർആനികോപദേശം. ഇത്തരം വ്യതിചലനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ദിവസവും പലതവണ ഫാത്തിഹ പാരായണം ചെയ്യുന്ന വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വരുന്നത് അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് എന്ന പ്രവാചക വചനം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫാത്തിഹയുടെ അവസാനം പ്രവാചകൻ ഉറക്കെ ആമീൻ ചൊല്ലിയിരുന്നതായി വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആമീൻ ഉറക്കെ ചൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ മുദ്രയാണ് ആമീൻ എന്നും അത് ചൊല്ലുന്നതോടെ അത് അയാൾക്ക് ഉറപ്പാവുകയാണ് ചെയ്യുന്നതെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സുഹൈർ അൽ നുമൈരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. അലിഫ്, മീം, നൂൻ അക്ഷരത്രയങ്ങളിൽ നിന്നുണ്ടായ ആമീൻ എന്ന പദത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഒരുവിധം എല്ലാ സെമിറ്റിക് ഭാഷകളിലുമുണ്ട്. അങ്ങനെയായതിനാൽ എന്നോ അങ്ങനെയാകട്ടെ എന്നോ ഉള്ള അർത്ഥത്തിലാണ് ഹിബ്രുവിൽ ആമീൻ എന്ന് പ്രയോഗിക്കുക. പുതിയ നിയമത്തിലുള്ള യേശുവചനങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വളരെ കുറഞ്ഞ പദങ്ങളിലൊന്നാണ് ആമീൻ. ഉറപ്പായുമെന്നോ സത്യമാണ് എന്നോ ഉള്ള അർത്ഥങ്ങളിലാണ് അദ്ദേഹം ഇത് പ്രയോഗിച്ചത് എന്നാണ് വാചക സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആമന എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായ ആമീൻ എന്ന അറബി പ്രയോഗത്തിനർത്ഥം ഹിബ്രുവിലെ ആമേനെപ്പോലെ തന്നെ അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്ന അർത്ഥത്തിലുള്ള അല്ലാഹുമ്മ ഇസ്തബ്ജലന എന്നതിൻ്റെ ചുരുക്കമാണ് ആമീൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അത് എന്തു തന്നെയായിരുന്നാലും ഫാത്തിഹയ്ക്ക് ശേഷം പ്രത്യേകമായും പ്രാർത്ഥനകൾക്ക് ശേഷം പൊതുവായും ആമീൻ എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുകൊണ്ടാണ്
അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമെന്താണ് എന്ന അന്വേഷണം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ധമായി അനുകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല.